ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രഭാവതി ജോത്സ്യനോട് ചോദിക്കും, ഇനി എന്നാണ് അനുയോജ്യമായൊരു മുഹൂർത്തമുള്ളത് തിരുമേനി? അപ്പോൾ ജോത്സ്യൻ പറയും, ഒരു മാസം കാത്തിരിക്കണം. അതായത് അടുത്ത മാസം ഒരു മുഹൂർത്തം നിശ്ചയിക്കാം. രണ്ട് മൂന്ന് മുഹൂർത്തങ്ങളുണ്ട്. അതിൽ നിങ്ങൾക്ക് സൗകര്യമുള്ളത് തിരഞ്ഞെടുക്കാം. മുഹൂർത്തങ്ങൾ ഞാൻ കുറിച്ച് തരാം എന്ന് പറഞ്ഞിട്ട് തിരുമേനി ആ മുഹൂർത്തങ്ങളെല്ലാം എഴുതി വിശാലിന് കൊടുക്കുകയാണ് കേട്ടോ. ഇത് കാണുമ്പോൾ ജാസ്മിൻ മനസ്സിൽ പറയും, എത്ര മുഹൂർത്തം കുറിച്ചാലും വിശാലും പാർവതിയും ഒന്നിക്കരുത്, അത് എങ്ങനെയെങ്കിലും തടസ്സപ്പെടുത്തണം. എന്നാൽ പ്രഭാതി മനസ്സിൽ പറയുന്നത്, ഒരു മാസം അത് മതി, അതിനുള്ളിൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഞാൻ നടത്തിയെടുക്കും. എന്നിട്ട് തിരുമേനിയോട് പറയും, ഒരു കാര്യം കൂടെ എനിക്ക് ചോദിക്കാനുണ്ട് തിരുമേനി. ഞങ്ങളുടെ കമ്പനി ഒരു പുതിയ പ്ലാന്റ് തുടങ്ങുന്നുണ്ട്. ഉടനെ അതിൻ്റെ ഉദ്ഘാടനം നടത്തണം. വിശാലിനെ കാലിന് പരിക്ക് പറ്റിയിരിക്കുന്നതുകൊണ്ട് ആ പ്ലാന്റ് പാർവതിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ചാലോ? അപ്പോൾ തിരുമേനി പറയും, അതിനെന്താ, ഈ കുട്ടിക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടാവുകയും ചെയ്യും. അത് ശുഭമായിരിക്കും. ഗായത്രിയമ്മയെ പോലെ തന്നെ ഈ കുട്ടി തൊടുന്നതെല്ലാം വിജയമായി തീരും. എല്ലാവിധ ഈശ്വര അനുഗ്രഹങ്ങളും ഈ കുട്ടിക്കുണ്ടാകട്ടെ. അപ്പോൾ പ്രതാപൻ തിരുമേനിക്കുള്ള ദക്ഷിണ കൊടുക്കുകയും അദ്ദേഹം അവിടുന്ന് പോവുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് പ്രഭാവതി എന്തോ റൂമിലിരുന്ന് ചിന്തിച്ചിരിക്കുന്നതാണ്. അപ്പോൾ പ്രഭാവതി കാണാൻ ജാസ്മിൻ വരികയാണ് കേട്ടോ. എന്നിട്ട് പറയും, എനിക്ക് കുറച്ച് സീരിയസ് ആയ കാര്യങ്ങൾ ആൻറ്റിയോട് സംസാരിക്കാനുണ്ട്. എന്താ ആൻറ്റിയുടെ ഉദ്ദേശം? ആൻറ്റി എന്നെ ഇവിടെ നിർത്തി വിട്ടുവേഷം കെട്ടിക്കുകയാണോ? നീ എന്താ ജാസ്മിൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? പിന്നെ ഞാൻ എങ്ങനെ ചിന്തിക്കണം ആൻറ്റി? വിശാലുമായിട്ട് വിവാഹം നടത്തിത്തരാമെന്ന് പറഞ്ഞ് എന്നെ മോഹിപ്പിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളേറെയായി. ഞാൻ ഇവിടെ ആ മോഹമായി കഴിയുന്നതല്ലാതെ എന്തെങ്കിലും ചലനം ആ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ ഞാൻ എന്ത് വിചാരിക്കണം? അപ്പോൾ പ്രഭാവതി പറയും, നീ നിരാശപ്പെടാതിരിക്കുമോളെ. നിന്റെയും വിശാലിൻ്റെയും വിവാഹം നടക്കില്ലെന്ന് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ വിവാഹം നടക്കും, അത് ഞാൻ നടത്തിത്തരും. അപ്പോൾ ജാസ്മിൻ പറയും, എനിക്കതിൽ വിശ്വാസം പോരാ. ഇത്തിരി നാൾ മുമ്പ് വരെ ആ പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ അത് പൂർണ്ണമായിട്ട് അസ്തമിച്ചു. ആൻറ്റി എന്നോട് ഇങ്ങനെ ഒരു കൊലച്ചതി ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പോൾ പ്രഭാവതി ചോദിക്കും, ഞാൻ നിന്നെ എങ്ങനെ ചതിച്ചു എന്നാണ് നീ പറയുന്നത്? ഞാൻ നിന്നെ ഒരിക്കലും ചതിക്കില്ല, ഇനിയിട്ട് ചതിക്കുകയില്ല. അപ്പോൾ ജാസ്മിൻ പറയും, ഇങ്ങനത്തെ വർത്താനൊന്നും ഇനി എനിക്ക് കേൾക്കണ്ട. ആൻറ്റി എനിക്ക് തന്ന വാക്കിന് ഇത്തിരി എങ്ങനെ വില ഉണ്ടായിരുന്നുവെങ്കിൽ ആൻറ്റി പാർവതിക്കും വിശാലിനും ആദ്യ രാത്രിക്കുള്ള ഒത്താശ ചെയ്തു കൊടുക്കുമായിരുന്നോ? ഇപ്പോൾ അവരുടെ ആദ്യ രാത്രിക്കുള്ള ഏർപ്പാടൊക്കെ ആൻറ്റി അല്ലേ ചെയ്തു കൊടുത്തത്? അത് മാത്രമല്ല, കമ്പനിയുടെ പുതിയ പ്ലാന്റിൻ്റെ ഉദ്ഘാടനം ആ പാർവതി കൊണ്ട് ചെയ്യിക്കാൻ പോകുന്നു. ഇവിടെ നഷ്ടം എനിക്ക് മാത്രമാണ്. പാഴായത് എൻ്റെ ജീവിതമാണ്. അപ്പോൾ പ്രഭാവതി പറയും, നീ വിഷമിക്കാതിരിക്കെ, നിനക്കൊന്നും നഷ്ടമാവില്ല. നീ മോഹിച്ചതൊക്കെ നിന്റെ കൈകളിൽ തന്നെ വന്നു ചേരും. എൻ്റെ പ്ലാൻ എന്താണെന്ന് നിനക്കറിയാത്തത് കൊണ്ടാണ് നിന്റെ ഈ ടെൻഷൻ. പാർവതിയോട് ഞാനിപ്പോൾ കാണിക്കുന്ന സ്നേഹം മുഴുവൻ കപടമാണ് ജാസ്മിൻ. പ്രഭാവതി പാർവതിക്കൊപ്പമാണെന്ന് അവൾക്ക് തോന്നണം. ഞാൻ അവളുടെ ശത്രുവാണെന്ന് അവൾ ഒരിക്കലും സംശയിക്കരുത്. അതിനാണ് ഞാൻ ഈ നാടകമൊക്കെ കളിക്കുന്നത്. നീ തൽക്കാലം ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. കിട്ടുന്ന അവസരത്തിൽ ആ പാർവതിയെ ഞാൻ തകർക്കും. അതിനുള്ള ഒരു പ്ലാന്റിൻ്റെ ഓപ്പണിംഗ് സെറിമണിയിൽ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. പ്ലാന്റിൻ്റെ ഉദ്ഘാടനവും പാർവതിയുടെ ചാവും ഒരുമിച്ച് നടക്കും. ഇത് കേൾക്കുമ്പോൾ ജാസ്മിന് വലിയ സന്തോഷമാവാണ് കേട്ടോ. അതേസമയം പാർവതി വന്നിട്ട് വിശാലിനോട് പറയും, പ്ലാന്റിൻ്റെ ഉദ്ഘാടനത്തിന് സാറില്ലാതെ ഞാൻ തനിച്ച് എങ്ങനെ പോകും? അപ്പോൾ വിശാൽ പറയും, താൻ മാത്രമല്ലല്ലോ ഉദ്ഘാടനത്തിന് പോകുന്നത്. ഇവിടെ നിന്ന് അമ്മയും അങ്കിളും എല്ലാം വല്ലേ. ആരൊക്കെ വന്നാലും സാറല്ലേ പ്രധാനമായിട്ട് വരേണ്ടത്. അപ്പോൾ വിശാൽ പറയും, എനിക്ക് വരാൻ പറ്റാത്തത് കൊണ്ടല്ലേ ആ ചുമതല ഞാൻ തന്നെ ഏൽപ്പിക്കുന്നത്. താൻ സന്തോഷമായിട്ട് പോയിട്ട് ആ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്യേ. തൻ്റെ കൈകൊണ്ട് അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞാൽ ഐശ്വര്യമായിരിക്കും. എൻ്റെ കാല് സുഖമാകുമ്പോൾ ഞാനും വരും തൻ്റെ കൂടെ. പിന്നെ നമ്മൾ ഒരുമിച്ചല്ലേ അതിൻ്റെ മേൽനോട്ടം നിർവഹിക്കാൻ പോകുന്നത്. അപ്പോൾ പാർവതി പറയും, സത്യം പറഞ്ഞാൽ എനിക്ക് ഈ അടുക്കളയും വീടുമായിട്ട് ഇവിടെ കഴിയുന്നതായിരുന്നു സാറേ ഇഷ്ടം. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. താൻ എന്നും ഈ കിച്ചണിൽ ഒതുങ്ങി കഴിയേണ്ടവളല്ല. എൻ്റെ അമ്മയെ പോലെ നല്ലൊരു ബിസിനസ്സുകാരിയായി നീയും മാറണം. അത് എൻ്റെ ഒരു സ്വപ്നമാണ്. തന്നെ ഞാൻ ആ നിലയിലെത്തിക്കാൻ ഞാൻ എന്നും തൻ്റെ കൂടെ ഉണ്ടാകും. എൻ്റെ അമ്മയ്ക്ക് തുല്യമായിട്ട് വരാൻ നിനക്ക് സാധിക്കും പാർവതി. അമ്മയെയും ഉദയനൊരമ്മയും പ്രാർത്ഥിച്ച് താൻ ധൈര്യമായിട്ട് ഉദ്ഘാടനം ചെയ്തോ. എല്ലാം മംഗളമായിട്ട് നടക്കും. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഓഫീസിൽ ഒരു സ്റ്റാഫ് വരുന്നത് കേട്ടോ. എന്നിട്ട് വിശാലിനോട് പറയും, ഇത് നമ്മുടെ സിറ്റി ബ്രാഞ്ചിലെ കഴിഞ്ഞ മാസത്തെ റിട്ടേൺസ് ആണ്, 20 lakhs. മാഡത്തിൻ്റെ ഐഡിയ വർക്കൗട്ട് ആവുന്നുണ്ട്. നമ്മുടെ സ്റ്റാഫൊക്കെ കൂടുതൽ ഉഷാറാവുന്നുണ്ട്. മാഡം പറഞ്ഞതുപോലെ കമ്പനിയുടെ കടമെല്ലാം 2 മാസത്തിനുള്ളിൽ തീർക്കാൻ പറ്റും. സാറിന് കാലിന് സുഖമില്ല എന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ പണമായിട്ട് ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് ആ പണം വിശാലിന് കൊടുത്തിട്ട് അയാൾ അവിടെ നിന്ന് പോവാണ് കേട്ടോ. അപ്പോൾ വിശാല് പാർവതിയോട് ഈ ക്യാഷ് നിന്റെ മുറിയിൽ കൊണ്ട് വെക്കാൻ പറയാണ്. അപ്പോൾ പാർവതി ചോദിക്കും, എന്ത് എൻ്റെ മുറിയിലോ? ഇത് സാറിൻ്റെ മുറിയിൽ വെച്ചാൽ പോരെ? അപ്പോൾ വിശാൽ പറയും, അതെന്താ, ഇത് നിന്റെ മുറിയിൽ വെച്ചാൽ ഇരിക്കില്ലേ? ഇതേ തൻ്റെ മുറിയിൽ തന്നെ വെച്ചാൽ മതി. എന്നിട്ട് ആ പെണ്ണപ്പെട്ടി പാർവതിക്ക് കൊടുക്കുകയാണ്.
ഇതൊക്കെ പ്രഭാവതിയും പ്രതാപനും മറിഞ്ഞു നിന്ന് കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പ്രഭാവതി പ്രതാപനോട് പറയും, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു കാര്യം പ്രഭാവതി പ്രതാപനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അത് കേട്ടതിന് ശേഷം പ്രതാപൻ പാർവതി എന്താണ് ചെയ്യുന്നതെന്ന് മറിഞ്ഞു നിന്ന് നോക്കുകയാണ് കേട്ടോ. പാർവതി ആ പണപ്പെട്ടി മുറിയിൽ വെച്ച് അവിടുന്ന് പോവുകയാണ്. ആ സമയം പ്രതാപം വന്നിട്ട് ആ പെട്ടിയെടുത്ത് അവിടുന്ന് പോവുകയാണ് കേട്ടോ. എന്നിട്ട് അത് പ്രഭാവതിയുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അപ്പോൾ പ്രഭാവതി ചോദിക്കും, നീ ഇത് അടിച്ചു മാറ്റിയത് ആരും കണ്ടില്ലല്ലോ? ഇല്ല ചേച്ചി. അപ്പോൾ പ്രഭാവതി പറയും, ഇനിയാണ് കളി പ്രതാപ. ഈ പണം മോഷ്ടിച്ചത് നീയല്ല, പല്ലവിയാണ്. അങ്ങനെ വരുത്തി തീർക്കണം നമുക്ക്. പണം കാണാതാവുമ്പോൾ എല്ലാവരും അന്വേഷിക്കും. ഈ പണം പല്ലവിയുടെ കസ്റ്റഡിയിൽ നിന്ന് കിട്ടും. പല്ലവി കള്ളിയായി മാറും. പണം മോഷ്ടിച്ചതിന്റെ നാണക്കേട് താങ്ങാനാവാതെ പല്ലവി ഇറങ്ങിപ്പോകും. ഇല്ലെങ്കിൽ പാർവതി അവളെ ഇവിടെ നിന്ന് അടിച്ചിറക്കി വിടും. നമ്മുടെ ജോലി ഈസി ആവുകയും ചെയ്യും. എന്നിട്ട് പ്രഭാവതി പല്ലവിയുടെ അടുത്തേക്ക് പോയിട്ട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് പല്ലവിയെ മുറിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോവാണ് കേട്ടോ. ആ സമയം പ്രതാപം പോയിട്ട് ആ പണപ്പെട്ടി പല്ലവിയുടെ മേശയുടെ ഉള്ളിൽ വെച്ചിട്ട് പെടുന്ന് പോവുകയാണ്. എന്നിട്ട് പ്രഭാവതി പല്ലവിയോട് പറയും, ഇത് മോൾക്ക് വേണ്ടി ഞാൻ എടുത്തൊരു ഡ്രസ്സാണ്. അപ്പോൾ പല്ലവി പറയും, എനിക്കിത് വേണ്ടാമേ. ഹീല് ചെരുപ്പിട്ടത് തന്നെ ചേച്ചിക്ക് ഇഷ്ടമായിട്ടില്ല. അത് കാരണം എനിക്ക് തല്ലും കിട്ടി. ഈ ഡ്രസ്സ് കൂടി വാങ്ങിയാൽ ഇതിൻ്റെ പേരിലായിരിക്കും അടുത്ത തല്ലും വഴക്കും. അപ്പോൾ പ്രഭാവതി പറയും, അതൊന്നും നീ കാര്യമാക്കണ്ട. ഞാനല്ലേ തരുന്നത്. ഞാൻ തന്നാൽ നീ മേടിക്കില്ലേ? നിന്റെ ചേച്ചി ചോദിച്ചാലേ ഈ ഡ്രസ്സ് ഞാൻ തന്നതാണെന്ന് പറഞ്ഞാൽ മതി. ഇതിപ്പോൾ ഒരു ഡ്രസ്സല്ലേ, നീ ഇതിട്ട പാർവതിക്ക് എന്താ കുഴപ്പം? ഒരു പ്രശ്നവും ഉണ്ടാവില്ല. പാർവതി എന്തെങ്കിലും ചോദിച്ചാൽ അതിനുള്ള മറുപടി ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞില്ലേ? ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പ്രതാപൻ അവിടേക്ക് വരുന്നത്. എന്നിട്ട് ചോദിക്കും, ചേച്ചി പല്ലവിക്ക് ഡ്രസ്സ് കൊടുത്തോ? അപ്പോൾ പ്രഭാവതി പറയും, പാർവതിയെ പിടിച്ച് ഇവൾക്ക് ഡ്രസ്സ് വാങ്ങാൻ പേടിയായിരുന്നു. പിന്നെ ഞാനൊരു ക്ലാസ് എടുത്തപ്പോഴാണ് അത് ശരിയായത്. അപ്പോൾ പ്രതാപൻ പല്ലവിയോട് ചോദിക്കും, നീ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയല്ലേ, എല്ലാ കാര്യത്തിലും നീ എന്തിനാണ് ചേച്ചിയുടെ അഭിപ്രായം അറിയുന്നത്? അപ്പോൾ പ്രഭാവതി പറയും, അത് തന്നെയാണ് ഞാനും ഇവളോട് പറഞ്ഞത്. എന്നിട്ട് പല്ലവിയോട് പോയിട്ട് ആ ഡ്രസ്സൊക്കെ ഒന്ന് ഇട്ട് നോക്കാൻ പറയാൻ കേട്ടോ. അങ്ങനെ പല്ലവി ആ ഡ്രസ്സും കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് ശേഖരൻ പഴയ കാര്യങ്ങളെല്ലാം ഓർക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയും, ഇനിയും നിന്നെ ഇവിടുത്തെ മഹാറാണിയെ വാഴിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഗായത്രി മേഡത്തിനെയും ഗോപി സാറിനെയും ഈ കുടുംബത്തെയും എന്നെയും ചതിച്ച നിന്നെ ഞാൻ വെറുതെ വിടില്ല. നിന്നോടുള്ള പക എനിക്ക് തീർക്കണം. ഇന്ന് നിന്റെ അവസാനമാണ് പ്രഭാവതി. ഇന്ന് നിന്നെ ഞാൻ കൊല്ലും. ഈ വേഷത്തിൽ അവളുടെ അടുത്തേക്ക് പോയാൽ ശരിയാവില്ല. അത് സംശയത്തിനിടയാകും. ഈ താടിയും മുടിയൊക്കെ മാറ്റാമെന്ന് പറഞ്ഞിട്ട് എല്ലാം ശേഖരൻ ഊരി വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഒരു കത്തി എടുക്കുകയാണ്. പിന്നെ ബാഗിൻ്റെ അകത്തു നിന്നൊരു താക്കോൽ എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആ താക്കോൽ നോക്കിയിട്ട് പറയും, ഇത് നിന്റെ മുറിയുടെ താക്കോലാണ്. ഇങ്ങനൊരു കള്ളത്താക്കോൽ ഉണ്ടാക്കാൻ ഞാൻ കുറേ ബുദ്ധിമുട്ടി. എന്തായാലും എത്ര റിസ്ക് എടുത്തിട്ടായാലും ഇന്ന് ഞാൻ എൻ്റെ ലക്ഷ്യം നിറവേറ്റും. നിന്റെ ശവം ഇവിടെ വീഴും. അതേസമയം വിശാല മുറിയിൽ കിടന്ന് എന്തോ ആലോചന നടക്കാണ് കേട്ടോ. എന്നിട്ട് പറയും, പാർവതിയുടെ സ്നേഹം അറിഞ്ഞിട്ടും ഒരു വർഷം അവളെ അകറ്റി നിർത്തിയത് കൊണ്ടായിരിക്കും ദൈവം എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഓരോരോ കാരണങ്ങൾ കൊണ്ട് ആദ്യരാത്രി വൈകുന്നത്. ജോത്സ്യൻ പറഞ്ഞതനുസരിച്ച് ഒരു മാസം കൂടെ വെയിറ്റ് ചെയ്യാം. അതിൽ കൂടുതൽ ഞങ്ങളുടെ ആദ്യരാത്രി വൈകിപ്പിക്കല്ലേ ദൈവമേ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് വിശാലിനുള്ള പാലുമായിട്ട് പാർവതി അവിടേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ വിശാൽ പറയും, ആദ്യരാത്രി നീ പാലും കൊണ്ട് വരുന്നത് കൊതിച്ചിരുന്നവനാണ് ഞാൻ. ഇപ്പോൾ മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീയായി. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പാർവതിയെ കാണിച്ചുകൊണ്ടാണ് ആ എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടം മറക്കാതെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് തന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.